ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ബർദുബായ് മീന ബസാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ട്രാഫിക് ഉണ്ട് ഈ സമയങ്ങളിൽ, ഇവിടെ നല്ല ട്രാഫിക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഗോൾഡ് സൂക്കിൽ ഒന്ന് കവർ ചെയ്യണം. സമയമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഗോൾഡ് സൂക്കിൽ കൊണ്ടുപോകും. സമയം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ. ട്രാഫിക് അല്ലേ, എന്ത് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഫ്രണ്ടിൽ നമ്മൾ നോക്കിയാൽ നല്ല ട്രാഫിക് ഉണ്ട് അങ്ങോട്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ മോഡലുള്ള ബിൽഡിങ് ഉള്ള അറ്റ്മോസ്ഫിയറുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഗോൾഡ് സൂക്കിലോട്ട് പോകുന്ന റൂട്ടിൽ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ദുബായ് ഓൾഡ് മ്യൂസിയം. ടെമ്പററി ക്ലോസ് ചെയ്തേക്കാം. ഇപ്പം തൽക്കാലമായിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമുക്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് വല്ലതും കയറാൻ പറ്റുവാണെങ്കിൽ കയറാം. നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾ അവിടെ നിന്ന് ഓടി കുറച്ച് ദൂരം വന്നിട്ട് ഇങ്ങനൊരു മാർക്കറ്റ് സൈഡിലാണ് വന്നിരുന്നത്. ഇതിൻ്റെ റോഡിൻ്റെ വൺ സൈഡിൽ മൊത്തം ഷോപ്പുകളും ഒക്കെയാണ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ക്രീക്കും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ ടൈപ്പിലെന്നല്ല, വെറൈറ്റി ആയിട്ടുള്ളൊരു ബോട്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ബോട്ടിൽ കയറിയാണ് നമുക്ക് അക്കരയ്ക്ക് പോകേണ്ടത്. ദുബായ് സൂക്ക് ഗോൾഡ് സൂക്കിലോട്ട് പോകേണ്ടത് ഈ ബോട്ട് സർവീസിലാണ്. ഈ ബോട്ടെന്ന് പറയുന്നത് പ്രത്യേക ഡിസൈനിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ കിടക്കുന്ന ബോട്ടുകൾ മൊത്തം ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള RTA എന്നൊരു ഇതിലാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരേ ഷേപ്പാണ്. അല്ല, നമ്മുടെ നാട്ടിലെ പോലെ തോന്നുന്ന വഴിക്കല്ല, എല്ലാം ഒരേ ഷേപ്പിലുള്ള ബോട്ടുകളാണ്. അപ്പോൾ ബോട്ടിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരു സെറ്റപ്പാണ്. അത് കംപ്ലീറ്റ്ലി കവേർഡായിട്ടാണ് കാണുന്നത്. അതിൻ്റെ നടുക്ക് സൈഡിലൊരു സീറ്റിങ്ങിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ആയിരിക്കാം ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ ഇതേ കയറിയാണ് അപ്പുറം പോകേണ്ടത്. ഇപ്പം മൂവ് ആകുന്നുണ്ട് കേട്ടോ. ഇത് ഇരിക്കുന്നുണ്ട് ആൾക്കാർ. ഇങ്ങനൊരു സംഭവമാണുള്ളത്. ഇതിൽ കയറി അക്കരയ്ക്ക് പോകണം എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ചെല്ലുന്നത് ഗോൾഡ് സൂക്കിലോട്ടാണ്. ഇതിൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ കുറേ ഷോപ്പുകളും സോവനീർ ഷോപ്പുകളും ഡ്രസ്സും ഒക്കെ ആയിട്ടുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഫ്രണ്ട് സൈഡെന്ന് പറയുന്നത് ഗ്രാൻഡ് സൂക്ക് ദുബായ് എന്ന് പറയുന്ന ഏരിയയിലാണ്. അപ്പോൾ ഇതിനകത്തോട്ട് കുറേ ഷോപ്പുകളൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതിന് രണ്ട് സൈഡിലും കുറേ ഡ്രസ്സുകളുടെ ഷോപ്പുണ്ട്, ബാഗുകളുടെ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ സ്പൈസസ് ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിലും നിറച്ച് ഷോപ്പുകളായിട്ടുള്ള ഒരു ഏരിയയാണ്, സ്ട്രീറ്റാണ്. ഒത്തിരി ഡ്രസ്സുകളുണ്ട്. എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ വെറൈറ്റി ഡ്രസ്സുകളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റിക് ഐറ്റംസ്, നല്ല രസമുള്ള കുറേ ആൻറ്റിക് ഐറ്റംസിൻ്റെ ഒരു ഷോപ്പുണ്ട്. എല്ലാം വന്ന് ഇവിടെ റേറ്റ് നോക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ഫോറിനേഴ്സിനെയാണ് കാണുന്നത്. ഫോറിനേഴ്സ് ഒത്തിരിയൊക്കെ വരുന്ന ഏരിയ ആയിരിക്കാം. ഇതെല്ലാം ആൻറ്റിക്കിൻ്റെ ഷോപ്പുകളൊക്കെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റ് മൊത്തം നമുക്ക് കല്ലൊക്കെ ഇട്ട് നല്ല വൃത്തിയിലുള്ള സ്ട്രീറ്റാണ്. ഇവിടെ ഒന്നും ഒരു വേസ്റ്റായിട്ടോ ഒന്നും കിടപ്പില്ല. കുറച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പിന്നെ സ്പൈസസിൻ്റെ ഏരിയയാണ്. ഇത് സ്പൈസസിൻ്റെ ഒക്കെ ഷോപ്പാണ്. പിന്നെ ഇവിടുത്തെ നമ്മുടെ പല പല ഡിസൈനിലുള്ള കാർപ്പറ്റുകളുടെ ഒരു ഷോപ്പുണ്ട്. തരിക്കൽ എംബറേറ്റർ, ഇതൊരു പഴയ ഒരു മാർക്കറ്റായിരുന്നെന്ന് തോന്നുന്നു. അതിനെ അവർ അതേപടി നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. നല്ല തിരക്കുണ്ട് മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പുണ്ട്. ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന പെർഫ്യൂമുകൾ ഓൺ ദ സ്പോട്ടിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിലും കയറുന്നില്ല. ഇതിൻ്റെ ഈ ഒരു സ്ട്രീറ്റിൽ അങ്ങ് വരെ ഇതുപോലത്തെ ഷോപ്പുകളൊക്കെ തന്നെയാണ്. രണ്ട് സൈഡും മൊത്തം ഷോപ്പുകളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ കുറേ സ്പോർട്സിൻ്റെ ഡ്രസ്സൊക്കെ ഉള്ള ഷോപ്പുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് കുറേ
ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ മേടിക്കാൻ പറ്റുന്ന ഒത്തിരി ഐറ്റംസ് ഉണ്ട്. പിന്നത്തെ ഇവിടെ സോവനീർ ഐറ്റംസിൻ്റെ ഒരു കളക്ഷൻസ് ഉള്ള ഷോപ്പ്. അല്ല, എനിക്കൊന്ന് റേറ്റും കുറവൊക്കെ ആയിരിക്കണം ഈ ഡ്രസ്സിനൊക്കെ. 10ഉം 5ഉം ദിർഹമൊക്കെ എഴുതി വെച്ചേക്കുന്ന ഓരോ ഐറ്റത്തിനും. ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഇവിടെ സാൻഡാട്ടം, പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ ഡ്രോ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇവിടുത്തെ വേറെ ഷോപ്പെന്ന് പറഞ്ഞാൽ ഫുള്ള് ഹാങ്ങിങ് ലൈറ്റ്സ് ആയിട്ടുള്ളതാണ്. ഇത് ഭയങ്കര ലുക്കുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഇന്ന് മൊത്തം വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നു. സൂപ്പർ സംഭവം കേട്ടോ. ഭയങ്കര വ്യൂ ആയിട്ടുള്ള ഒരു ഷോപ്പ്. കുറേ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെയാണ്. വേറൊരു ഷോപ്പ് എന്ന് പറയുന്നത് ഫുള്ള് ഭയങ്കര കളർഫുള്ളൊക്കെ ആയിട്ടുള്ള ഡ്രസ്സാണ് ഫുള്ള്. പിന്നെ കുറേ എന്തൊക്കെയോ മക്കളും തോണങ്ങളും കളിപ്പിച്ചത് വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഇവിടെ നമുക്ക് കുറേ സോവനീർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബുർജ് ഖലീഫയുടെയും പിന്നെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറും ബുർജ് അൽ അറബും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരു മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറും മേടിച്ചിട്ടുണ്ട്, അതുപോലെ ഒരു ബുർജ് ഖലീഫയുടെയും മിനിയേച്ചർ മേടിച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമുക്ക് യാത്ര കഴിഞ്ഞിട്ട് ചെല്ലുമ്പം ഇങ്ങനെയും കൂടെ ഒന്ന് സൂക്ഷിക്കാമല്ലോ, അങ്ങനൊരു ആഗ്രഹമാണ്. എവിടെയാണോ പോകുന്നത് അവിടുത്തെ ഒരു മിനിയേച്ചർ മേടിക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അത് രണ്ടും മേടിച്ചിട്ടുണ്ട്. നമുക്ക് മിക്സ് നമ്മുടെ ഇഷ്ടത്തിനുള്ള സ്മെല്ല് വെച്ചിട്ട് മിക്സ് ചെയ്ത് അവർ തരും. അങ്ങനത്തെ പെർഫ്യൂമിൻ്റെ ഒരു ഷോപ്പും കൂടാണിത്. നമ്മളിനി ഇവിടുന്ന് ബോട്ടിൽ കയറിയിട്ട് അക്കരെ സൈഡിലോട്ട് പോവാണ്. അതെന്ന് പറയുന്നതാണ് നമ്മുടെ ഗോൾഡ് സൂക്കൊക്കെ വരുന്ന ഏരിയ. ഈ ഒരു ബോട്ടിൽ കയറിയാണ് നമ്മൾ അക്കരയ്ക്ക് പോകുന്നത്. കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരുമിച്ചാണ് പോകുന്നത്. ബോട്ടിൻ്റെ സിസ്റ്റം തന്നെ കണ്ട് ഇതിനകത്തെ കൺട്രോളൊക്കെ ഇതിനകത്താണ്, പുറത്തുനിന്നൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതിനകത്ത് നിന്നുള്ള പരിപാടിയാണ്. അതെ, ഡ്രൈവറിൻ്റെ ഏരിയ തന്നെയാണ്. അപ്പോൾ പുള്ളി ഇതിനകത്തോട്ട് ഇറങ്ങി നിന്നിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. നേരെ അക്കരയിലോട്ട് ഇറങ്ങുമല്ലായിരുന്നു, കുറച്ച് ദൂരം മുന്നോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ രണ്ട് സൈഡിലുള്ള ബിൽഡിങ്ങുകളെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. ഇവിടുന്ന് നമ്മൾ നേരെ ചെന്ന് ചാടുന്നത് ഗോൾഡ് സൂക്കിലോട്ടാണ്. ഇതിൽക്കൂടെ നമുക്ക് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള ബോട്ടും സെറ്റപ്പുകളും പോകുന്നുണ്ട്. ഇവിടെ കുറേ അങ്ങനത്തെ ബോട്ടുകളൊക്കെ കിടക്കുന്നത്. നമ്മൾ കയറിയത് ചെറിയ ടൈപ്പ് കടത്തോളം പോലത്തെ ബോട്ടാണെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഡിന്നറും കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്പായിരിക്കും. നമ്മൾ ആ കടത്തൊക്കെ കയറി ഇക്കരെ ഇറങ്ങിയിട്ട് അതേപോലത്തെ തന്നെ ഒരു ഏരിയയിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നടന്നു വേണം ഇനി നമുക്ക് ഗോൾഡ് സൂക്കിലോട്ട് പോകാൻ. സജിനും ടിൻസിയും ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, നമ്മൾക്ക് വഴികാട്ടിയായിട്ട്. അവർക്കൊപ്പമാണ് ഞങ്ങൾ പോകുന്നത്. നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരമൊക്കെ നടന്ന് നമ്മളിപ്പം ഗോൾഡ് സൂക്കിൻ്റെ എൻട്രൻസ് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും എന്ന് പറയുന്നത് പഴയ രീതിയിലുള്ള കുറേ ഷോപ്പുകളുടെ ഒരു കൂട്ടം. അതിൻ്റെ കൂട്ടത്തിൽ സോവനീർ ഷോപ്പുകളുണ്ട്. നമ്മളിപ്പോൾ അക്കരെ സൈഡിൽ കണ്ട അതേ മോഡലൊക്കെ തന്നെ
സോവനീർ ഷോപ്പുകളായിട്ടുണ്ട്, പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ട്, പിന്നെ കുറേ സ്പൈസസിൻ്റെ ഷോപ്പുണ്ട്, പെർഫ്യൂമിൻ്റെ ഊതിൻ്റെ ഷോപ്പുണ്ട്. അങ്ങനെ കുറേ രണ്ട് സൈഡിലും സെറ്റ് ചെയ്തേക്കുന്ന ഒരു വാക്ക് വേ ആണിത്. പക്ഷേ വാക്ക് വേ ഒക്കെ നല്ല വൃത്തിക്കൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഒരു വൃത്തികേടായിട്ടുള്ള ഒന്നും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല. എല്ലാം നല്ല വൃത്തിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഷോപ്പ് നല്ല ഹാങ്ങിങ് ലൈറ്റുകളുടെ ഷോപ്പാണ്. ഭയങ്കര ലുക്ക് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കുറേ ഏരിയയിൽ അങ്ങനത്തെ ഷോപ്പുകളൊക്കെ തന്നെയാണ്, ലൈറ്റിൻ്റെ ഒക്കെ ഷോപ്പുകൾ തന്നെയാണ്. നമ്മൾ അങ്ങനത്തെ കുറേ ഷോപ്പുകളുടെ ഇടയിൽ നിന്ന് നടന്ന് വന്നിട്ട് ഒരു എൻട്രൻസ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ദുബായ് സിറ്റി ഓഫ് ഗോൾഡ് എന്നുള്ള ഒരു വലിയ ബോർഡും ഗോൾഡ് സൂക്ക് ഗേറ്റ് നമ്പർ 1 എന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ഗോൾഡിൻ്റെ ഷോപ്പുകളാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത് ഗോൾഡ് സൂക്ക് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡും ഗോൾഡിൻ്റെ വലിയ വലിയ ഷോപ്പുകളുണ്ട്. ഇപ്പം ഞങ്ങളുള്ളത് ഗോൾഡ് സൂക്കിലെ എൻട്രൻസ് സൈഡിലുള്ള ഒരു ജ്വല്ലറിയിലാണ്. ഈ ഒരു ചെറിയ മോതിരം കാണാൻ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 58 കിലോ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു വലിയ മോതിരമാണ്. ഇതിന് ഓൾറെഡി ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അത്രയും വലിയൊരു മോതിരം കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. ഇതാണ് ഐറ്റം. കാണൂ, കണ്ണു തുറന്ന് കാണൂ. അതുപോലെ ഇവിടുത്തെ ഡ്രസ്സിൻ്റെ ഒക്കെ കൊടുത്തേക്കുന്ന എല്ലാം ഗോൾഡ് കൊണ്ടുള്ള ഡ്രസ്സും ഒക്കെയാണ്. കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്. വെറൈറ്റീസ് ഓഫ് ജുവൽസ് ആണുള്ളത്. എൻട്രൻസ് സൈഡിലെ ഷോപ്പ് എന്ന് പറഞ്ഞത് ഒരു വലിയ ഷോപ്പായിരുന്നു. കാൻസ് ദുബായ് ജ്വല്ലറി എന്നാണ് അതിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. പക്ഷേ അവിടെ കിടക്കുന്ന ഗോൾഡൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഐറ്റം ഗോൾഡുകളാണ്. ഡിസ്പ്ലേ പീസുകളൊക്കെ കാണുന്ന കണ്ടില്ലേ, നല്ല വെറൈറ്റി ഡ്രസ്സിലും ഒക്കെ ഉള്ള ഗോൾഡാണ്. ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പം ഈ ഒരു സ്ട്രീറ്റ് മൊത്തത്തിൽ രണ്ട് സൈഡും സ്വർണവും അതിൻ്റെ ഒപ്പം തന്നെ ഡയമണ്ടിൻ്റെ കളക്ഷൻസും ഒക്കെയുണ്ട്. എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. ആൾക്കാർ സീസണിൻ്റെ ഭാഗമായിട്ട് അടിക്കാൻ പോകുമ്പം നല്ല തിരക്കുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലുള്ള ഷോപ്പുകളാണ് മൊത്തം. പിന്നെ ഇതിൻ്റെ മേൽക്കൂര റൂഫ് സെറ്റ് ചെയ്തിരുന്നുണ്ടോ, പഴയ ടൈപ്പിലുള്ള പാവ കൊണ്ട് മെറ്റീരിയൽ വെച്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് മൊത്തം അങ്ങേയറ്റം വരെയും നമ്മുടെ ഈ ഗോൾഡിൻ്റെ ഷോപ്പുകളാണ്. ഇത് വേറൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ ആണ്. അത് എല്ലാ ഡ്രസ്സും മൊത്തം ഇട്ടേക്കുന്നതും സ്വർണത്തിൻ്റെയാണ്. ഫുൾ ഡ്രസ്സ് അടക്കമുണ്ട് സ്വർണം കൊണ്ടുള്ളത്. ഇത് വേറൊരു ഷോപ്പിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഇവിടുത്തെ എല്ലാം ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന ഇത്രയും ഭയങ്കര വലിപ്പത്തിലൊക്കെ ഉള്ള ഡ്രസ്സ് പോലത്തെയൊക്കെ സ്വർണം കൊണ്ടുള്ള ഡ്രസ്സും അതിനൊപ്പം നിൽക്കുന്ന മാലയും വളയും മോതിരവും ഒക്കെ ഉണ്ട്. ടിൻസി മകളെയൊക്കെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്, വെള്ളം ഇറക്കിക്കൊണ്ട്. ഇതേ എന്ത് മേടിക്കണം, എങ്ങനെ മേടിക്കണം, ഇതൊക്കെ കണ്ടിട്ട് എന്താ അഭിപ്രായം? നെറ്റിപ്പട്ടം പോലത്തെ മാലയും. ടിൻസിയോ? ചങ്ങല, സജിനെ പൂട്ടാനുള്ള ചങ്ങല പരുവത്തിലുള്ള എല്ലാം ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ്.
ഇവിടെ ഷോപ്പിനകത്തുനിന്നുള്ള തിരക്ക് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ് എല്ലാ ഷോപ്പിലും ഇതുപോലെ. എല്ലാ ഐറ്റവും ഉണ്ട്, A to Z ഐറ്റംസ് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പം അത്രയും തിരക്കുണ്ട്, ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരറ്റത്ത് വരുമ്പോൾ നമുക്ക് പരിചയപ്പെട്ട ഒരു ജ്വല്ലറി ഉണ്ട്, മലബാറിൻ്റെ ഒരു ഷോറൂമും ഉണ്ട് ഇവിടെ. ബാക്കി മൊത്തം അറബ്സിൻ്റെയൊക്കെ ആയിരുന്നു, അറബ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. എന്നാൽ അവിടുത്തെ സ്റ്റാഫും ഒക്കെ അറബ്സ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മുടെ മലയാളീസും ഇന്ത്യൻസും ഒക്കെ ഉള്ള ഷോപ്പാണ്. അപ്പോൾ എന്നെ കണ്ണ് മഞ്ഞളിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ്. കണ്ണ് മഞ്ഞളിച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ മേടിക്കാനായിട്ട് ആഗ്രഹം ഒന്നും തോന്നില്ല. മൊത്തം അതിന് പറ്റിയ ഐറ്റംസ് ആയിരുന്നു. മലയാളികൾക്കൊന്നും ഇടാൻ പറ്റിയ ഗോൾഡ് ഒന്നും ഇവിടെ കണ്ടില്ല. എല്ലാം ഒരു രക്ഷയില്ലാത്ത ഭയങ്കര വലിപ്പമുള്ള ഗോൾഡുകളാണ്. ചെറുതൊക്കെ ഉണ്ട് അകത്തോട്ട് കയറിയാൽ മേടിക്കാനാണെങ്കിൽ, പക്ഷേ അത് ഡിസ്പ്ലേ മാത്രം കണ്ടുവച്ചാൽ മതി, സന്തോഷമാവും. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യുകയാണ്, ഗോൾഡ് സൂക്കിലെ കാഴ്ചകളും ഒക്കെ ആയിട്ട്. വീഡിയോ ഒക്കെ കാണുക, എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.